എസ്കെൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസിനുണ്ടായിട്ടുള്ള വലിയ വീഴ്ച തന്നെയാണ്. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ട്. ആരോഗ്യരംഗത്തെ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം അലയടിച്ചിരുന്നതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രിക്കുള്ള സുരക്ഷ, മന്ത്രിമന്ദിരത്തിനുള്ള സുരക്ഷയൊക്കെ കൂട്ടേണ്ടതായിരുന്നു. അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യം മുൻകൂട്ടി കണക്കാക്കേണ്ടതായിരുന്നു പോലീസ്. അതുണ്ടായില്ല. അവിടെ 2 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്രയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയുന്നതിന്. അതിലൊരു പോലീസുകാരൻ പരമാവധി ശ്രമിച്ചു ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് തടയുന്നതിന് വേണ്ടി. പക്ഷേ ആ ഒരാൾക്ക് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും വീടിന് മുന്നിൽ അവരവിടെ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. അതിനിടെയാണ് ആ വാതിലിന് മുന്നിൽ അവർ റീത്ത് സമർപ്പിച്ചത്. തുടർന്ന് മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. അല്ലാതെ ഈ കാര്യത്തിൽ പോലീസിന്റെ ഇടപെടലിനെ തുടർന്നൊന്നുമല്ല. കുറച്ചു നേരത്തേക്ക് അവിടെ പോലീസുകാരും ഈ 2 പോലീസുകാരല്ലാതെ മറ്റാരും അവിടേക്ക് എത്തിയിരുന്നതുമില്ല. സാധാരണഗതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം 2 പോലീസുകാരുടെ പാറാവ് എന്ന നിലയിൽ അത് മാത്രമാണ് ആ മന്ത്രിമന്ദിരത്തിന് ഉണ്ടായിരുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായിട്ടുണ്ട് ഈ സംഭവം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയായ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു.